കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാൻ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 7:1. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു,
ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിൻ്റെ പാവം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. നീ എവിടെ ഒളിഞ്ഞിരുന്നാലും പാപത്തിന് ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. പാപം നമ്മെ കണ്ടെത്തുന്നതിന് മുൻപ് നാം നമ്മുടെ പാപത്തെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയൊരു വിശുദ്ധ ജീവിതം തുടങ്ങുമെങ്കിൽ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനമുണ്ട് എന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം നമ്മെ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പാപം നാം കണ്ടെത്തി, നമ്മെ പാപം കണ്ടെത്തി ശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുൻപ് നാം പാപത്തെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ പാപത്തിൽ നിന്ന് കർത്താവ് മോചനം തരുമെന്നും അതിക്രമങ്ങളെയും അകൃത്യങ്ങളെയും ലംഘനങ്ങളെയും കർത്താവ് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുമെന്നും സമ്പൂർണമായൊരു കഴുകൽ തരുമെന്നും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വിമോചനവും പാപമോചനവും പാപമുക്തിയും നമുക്ക് നൽകുമെന്നും ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. പാപം നമ്മെ കണ്ടെത്തുന്നു, നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. ഇൻ ഇറ്റേണിറ്റി, നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. കണക്ക് തീർത്തപ്പോൾ ഇതാ ഒരു താലന്ത് ലഭിച്ചവൻ ദുഷ്ടനും അടിയനുമായ ദാസനായി പോയതുകൊണ്ട് അവനെ ചാകാത്ത പുഴുവും കൊടാത്ത തീയുമുള്ള കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിൻ്റെ ഘോരാഗ്നിയിലേക്ക് അവനെ തള്ളിയിടുന്നു. കൊള്ളരുതാത്ത ദാസനെന്നും ദുഷ്ടനും അടിയനുമായ ദാസനെന്നും നിത്യനായ ദൈവം അവനെ വിളിക്കുന്നു. തിരുവചനം പറയുന്നു, റോമക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 10-ാം വാക്യവും 12-ാം വാക്യവും, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസം, കണക്ക് നോക്കുന്ന ഒരു ദിവസം, കണക്ക് തീർക്കുന്ന ഒരു ദിവസം. എന്തിനെല്ലാമാണ് ശിക്ഷാവിധിയുള്ളത്? എന്തിനെല്ലാം ശിക്ഷാവിധിയുണ്ട്? ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾക്ക് ശിക്ഷാവിധിയുണ്ട്, പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം കാണുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നന്മയായാലും ചീത്തയായാലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. നമ്മുടെ ചെയ്തികൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഓരോ പ്രവൃത്തിയും എല്ലാം ദൈവം രേഖപ്പെടുത്തി വയ്ക്കുന്നു. എല്ലാം അവിടെ മുദ്രിതമാകുന്നു, എല്ലാം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നിത്യ പുസ്തകത്തിൽ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി നേരിടേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അന്തിമ ന്യായവിധിയെക്കുറിച്ച് നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങളെ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിയെ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു,
മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആബാലവൃദ്ധം എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തികൾക്കെടുത്ത വിധിയുണ്ടായി. എങ്ങനെ അറിഞ്ഞു? പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ദൈവസന്നിധിയിലുള്ളതായ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു പ്രവർത്തികൾ. ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. സഹോദരങ്ങളെ, ജീവന്റെ പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകമുണ്ട്. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ സ്മരണയുടെ പുസ്തകത്തെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിലുള്ളതായ ഒരു പുസ്തകമാണ് സ്മരണയുടെ പുസ്തകം അഥവാ ഓർമ്മയുടെ പുസ്തകമെന്ന്. 3-ാം അധ്യായം 16-ാം വാക്യം, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഒരു സ്മരണ പുസ്തകം. പ്രിയപ്പെട്ടവരെ, ഓർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ സ്മരണയുടെ പുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിലേക്ക് തള്ളിയിടും. ഓർക്കുക, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഓരോരുത്തരുടെ പേരിലുള്ളതായ കണക്കുകൾ നോക്കുന്നു, കണക്കുകൾ തീർക്കുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി. 1, പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. 2, നാം വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 12:36, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലേസി വേർഡ്സ്, അലസമായി പറയുന്ന വാക്കുകൾ, കാര്യമായി അറിഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്, ക്രൂരമായി പറയുന്ന വാക്കുകളുണ്ട്, നിഷ്ഠൂരമായി പറയുന്ന വാക്കുകളുണ്ട്, ആക്ഷേപിച്ച് പറയുന്ന വാക്കുകളുണ്ട്, പരിഹസിച്ചും അപഹസിച്ചും പറയുന്ന വാക്കുകളുണ്ട്, പുച്ഛിച്ചും നിന്ദിച്ചും പറയുന്ന വാക്കുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കോപിച്ച് ജ്വലിച്ച് പറയുന്ന ഗർജനത്തിൻ്റെ വാക്കുകളുണ്ട്, അട്ടഹാസത്തിൻ്റെ വാക്കുകളുണ്ട്, പരദൂഷണത്തിൻ്റെ വാക്കുകളുണ്ട്. പരദൂഷണം എന്നുള്ളതിന് വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക് വാവിഷ്ഠാണം എന്നാണ്. റിവൈലിംഗ്, വാവിഷ്ഠാണം. വാവിഷ്ഠാണക്കാരനെന്ന് വേദപുസ്തകത്തിൽ പറയുന്ന വാക്കിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ റിവൈലർ എന്നാണ് പറയുന്നത്. റിവൈലർ, പരദൂഷണം പറയുന്നവൻ, മറ്റുള്ളവരെ ശകാരിക്കുന്നവൻ, മറ്റുള്ളവരെ ധിക്കരിക്കുന്നവൻ, അരുതാത്ത വാക്കുകൾ പറയുന്നവൻ. വാവിഷ്ഠാണക്കാരൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല വാവിഷ്ഠാണക്കാരൻ, പരദൂഷണം പറയുന്നവൻ. ദൈവത്തിന്റെ തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. ഇതെല്ലാം കരുതിക്കുട്ടി പറയുന്ന വാക്കുകൾ. എന്നാൽ കരുതാതെ അലസമായി ചിലപ്പോൾ പറയുന്ന വാക്കുകൾ, നിസ്സാര വാക്കുകൾ. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാര്യം ഗൗരവതരമാണ്. നാം അലസമായി പലതും പറഞ്ഞു പോകാറുണ്ട്. അലസമായ ആരെക്കുറിച്ചെങ്കിലും നാം അഭിപ്രായം പറയാറുണ്ട്. ഉള്ളതോ ഇല്ലാത്തതോ എന്ന് ചിന്തിക്കാതെ നാം പറഞ്ഞു പോകാറുണ്ട്. ആരുടെയെങ്കിലും എല്ലാം കുറ്റം നാം പറയാറുണ്ട്. സത്യസന്ധമല്ലാത്തതായ കാര്യങ്ങളും ചിലപ്പോൾ അലസമായി നാം പറഞ്ഞു പോയി എന്ന് വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ വാക്കിനും നിത്യതയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരക്ഷരത്തിൽ പിഴയ്ക്കരുത്, ഒരക്ഷരത്തിൽ തെറ്റരുത്. ഓരോരുത്തരും കയ്യിലോടിരിക്കേണ്ടതാണ്. കർത്താവിന്റെ തിരുവചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഏത് മനുഷ്യനും പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുള്ളവനായിരിക്കട്ടെ, കോപിപ്പാൻ താമസമുള്ളവനായിരിക്കട്ടെ. പറവാൻ താമസം, കോപിക്കാനും താമസം, എന്നാൽ കേൾപ്പാൻ വേഗത. കൂടുതൽ കേൾക്കുക, കുറച്ച് പറയുക, അമിതമായി സംസാരിക്കരുത്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സംസാരത്തിന് ഇടയിൽ കയറി നാം പറഞ്ഞ് അവരുടെ സംസാരത്തിന് വിഘ്നം വരുത്തരുത്. ആരെയും കുറ്റം പറയരുത്, ആരെയും വിധിക്കരുത്. നിനക്ക് വിധിപ്പാൻ എന്ത് അവകാശമെന്ന് കർത്താവ് ചോദിക്കുന്നു. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നു. മറ്റുള്ളവരെ നാം വിധിക്കരുത്, മുൻവിധികൾ വെച്ചുകൊണ്ടിരിക്കരുത്.
മുൻ ധാരണകൾ വെച്ചുകൊണ്ടിരിക്കരുത്. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കൊള്ളണം. നമ്മുടെ ആശയത്തോട് ചർച്ചയില്ലാത്തവരും നമ്മുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലാത്തവരുമായ ആളുകൾ കാണും. പക്ഷെ അവരെയും നാം മാനിച്ചു കൊള്ളണം, അവരെയും നാം ശ്രേഷ്ഠരായിട്ട് വിചാരിച്ചു കൊള്ളണം, ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കൊള്ളണം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം നോക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയും, ഓരോ വാക്കും എങ്ങനെ ഇരിക്കണം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഓരോ വാക്കും ശ്രദ്ധിക്കണം. ആവശ്യം പോലെ മാത്രമേ പറയാവൂ, അനാവശ്യമായി കൂടുതൽ പറയരുത്. ആവശ്യം പോലെ. അത് കേൾക്കുന്നവർക്കും പറയുന്നയാൾക്കും ആത്മീയ വർധനയുണ്ടാകണം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആത്മീയ വർധന ഉളവാക്കുന്ന വാക്കേ ഞാൻ പറയാവൂ. ഓരോരുത്തരും ശ്രദ്ധിക്കുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. അങ്ങനെയാണോ നാം സംസാരിക്കാറ്? എത്രയോ ഹീനമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു. ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സഹോദരീ സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ദൈവത്തിൻ്റെ തിരുവചനം. മാറ്റമില്ലാത്ത വചനം വളരെ വളരെ നിശ്ചിതമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കാം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊലപാതകം ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആരെയും നിസ്സാരെന്ന് പറയരുത്, ആരെയും സാരമില്ലാത്തവരെന്ന് കണക്കാക്കരുത്, ആരെയും തുച്ഛീകരിക്കരുത്, ആരെയും ചെറുതായി കാണരുത്, ആരെയും കുറച്ച് കാണരുത്, ബിലിറ്റിൽ ചെയ്യരുത്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യരുത്, തേജോവധം ചെയ്യരുത്, മിഥ്യാപവാദം പറയരുത്. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മണ്ടനെന്ന്, വിഡ്ഢിയെന്ന്, പ്രാപ്തിയില്ലാത്തവനെന്ന്, കഴിവില്ലാത്തവനെന്ന്, കൊള്ളയില്ലാത്തവനെന്ന് ആരെയും പറയാൻ പാടില്ല. എന്തുവരും? മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. പ്രിയപ്പെട്ടവരെ, ഗൗരവമാണ്. ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം നാം ജീവിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമുക്ക് കിട്ടുകയില്ല. ഓരോ വാക്കിനും, മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ. 4-ാം അധ്യായം എഫേസ്യ ലേഖനം 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പുറപ്പെട്ടാലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരു വാക്കും വരരുത്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൃപയോടുകൂടിയ വാക്കുകൾ, രുചികരമായ വാക്കുകൾ, മറ്റുള്ളവർക്ക് മാർദ്ദവമായി കിട്ടുന്ന വാക്കുകൾ, മൃദുലമോഹനമായ വാക്കുകൾ, സ്നേഹോഷ്മളമായ വാക്കുകൾ, വാത്സല്യമസൃണമായ വാക്കുകൾ നമ്മിൽ നിന്ന് വരട്ടെ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കും. മാത്രമല്ല, രുചിയുള്ള വാക്കുകൾ. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. സഹോദരങ്ങളെ, നാം എന്താണ് കണ്ടത്? മനുഷ്യരുടെ പ്രവൃത്തിക്ക് ന്യായവിധിയുണ്ട്. മാത്രമല്ല, മനുഷ്യരുടെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. തീർന്നില്ല. മനുഷ്യരുടെ വിചാരങ്ങൾക്ക് അല്ലെങ്കിൽ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. 1 കോരിന്ത്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. കർത്താവ് വരുമ്പോൾ ഇരുട്ടിലിരിക്കുന്നത് അവൻ വെളിച്ചത്താക്കും, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ദൈവജനമേ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പീൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകൾ വെളിപ്പെടും. ഒരു ഭക്തൻ പറഞ്ഞു, നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ചിന്തകൾ സ്വർഗത്തിൽ മുഴക്കമായി അവിടെ മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ മനോരാജ്യങ്ങൾ അത് സ്വർഗത്തിൽ അവിടെ മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ദൂതന്മാർ ലജ്ജിക്കുന്നു, മാലാഖമാർ അമ്പരക്കുന്നു.
നമുക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന കാവൽമാലാഖമാര് അമ്പരപ്പോടെ കരയുന്നു, ദുഃഖത്തോടെ കരയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അരുതാത്ത ചിന്തകൾ, ഓരോ ചിന്തയ്ക്കും ന്യായവിധിയുണ്ട്. നിന്റെ വൈരാഗ്യ ചിന്തയ്ക്ക് മകനെ ന്യായവിധിയുണ്ട്. മകളെ, നിന്റെ ഹൃദയത്തിലുള്ള അശുദ്ധ ചിന്തയ്ക്ക് ന്യായവിധിയുണ്ട്. യൗവനക്കാര, നിന്റെ ധിക്കാരം നിറഞ്ഞതായ ചിന്തയ്ക്ക്, അഹങ്കാരം നിറഞ്ഞ ചിന്തയ്ക്ക്, നിന്റെ വൈരാഗ്യം നിറഞ്ഞ ചിന്തയ്ക്ക്, നിന്റെ പകയും വിദ്വേഷവും പുകയുന്ന ചിന്തയ്ക്ക് ദൈവസന്നിധിയിൽ ന്യായവിധിയുണ്ട്. മറക്കരുത്, ചിന്തകളെ, ആലോചനകളെ ദൈവം വെളിപ്പെടുത്തും. മറഞ്ഞിരിക്കുന്ന ദൈവം വെളിച്ചത്താക്കും. നാം വായിക്കുന്നു 139 സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ദൈവമേ, നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ചിന്തകൾ ദൈവം അറിയുന്നു. ദൈവപൈതലെ, ചിലരെ കുറിച്ചുള്ളതായ നിന്റെ നീരസ ചിന്തകൾ, നിന്റെ മുഷ്ടിലിന്റെ ചിന്തകൾ, നിന്റെ വൈരാഗ്യ ചിന്തകൾ എല്ലാം ദൈവസനിൽ അറിയുന്നു. ദൈവം അറിയുന്നു. ഓരോ ചിന്തയ്ക്കും ന്യായവിധി ഉണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. ന്യായവിധി അത് കഠോരമാണ്. വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്, ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്, പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി. എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാര്യം ഗൗരവമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് വചനം നാം സ്വീകരിച്ചാൽ, വചനം നാം കൈക്കൊണ്ടാൽ, പാപം ഈ ഭൂമിയിൽ വെച്ച് ക്ഷമിക്കപ്പെട്ടാൽ ന്യായവിധി ദൈവം ഒഴിവാക്കിത്തരും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അത്യന്തം ശ്രദ്ധേയമായൊരു വാക്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തൊരാശ്വാസം! ശിക്ഷാവിധി ഉണ്ടെന്നാണ് പറഞ്ഞത്. പാപത്തിന് ശിക്ഷയുണ്ടെന്നാണ് പറഞ്ഞത്. വാക്കുകൾക്ക് ശിക്ഷയുണ്ട്, ചിന്തകൾക്ക് ശിക്ഷാവിധിയുണ്ട്, പ്രവൃത്തികൾക്ക് ശിക്ഷാവിധിയുണ്ട്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. അതേ മകനെ, നിന്റെ പാപം നിന്നെ കണ്ടെത്തും. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നിന്നെ കണ്ടെത്തും. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. ശരീരത്തിൽ രോഗമായി പാവം നിന്നെ കണ്ടെത്തും. ബി ഷുവർ, തീർച്ചയാക്കിക്കൊള്ളുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാവം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാവം നമ്മെ കണ്ടെത്തും. തീർന്നില്ല. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാവം നിന്നെ കണ്ടെത്തും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഭാഗ്യം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി മുഴുവൻ മാറ്റിക്കളഞ്ഞു. ശിക്ഷ മുഴുവൻ തീർത്തു തന്നു. പ്രിയപ്പെട്ടവരെ, നാം ഏൽക്കേണ്ട ശിക്ഷ മുഴുവൻ കർത്താവായ യേശു നമുക്ക് വേണ്ടി മുഴുവൻ ശിക്ഷയും ഏറ്റ് നമുക്ക് മോചനം തന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒട്ടേറെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴുകിച്ചേർന്നാൽ എന്തോ ഒരു സൗഭാഗ്യമായിരിക്കും, എന്തോ ഒരു സന്തോഷമായിരിക്കും. എത്രയോ പേര് ഈ വാക്കുകളെ കേൾക്കുന്നവര് ചുമലിൽ നിന്ന് മാറിയതിൻ്റെ സന്തോഷവും സൗഭാഗ്യം അനുഭവിക്കുന്നവരുണ്ട്. പാപത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ടുകൾ ചുമലിലുണ്ടായിരുന്നു, അത് ഒഴിവായി പോയതിൽ സന്തോഷിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പാപഭാര ചുമടുകൾ, പാപത്തിൻ്റെ ഭീകരവും യാതനാഭരിതവുമായ വലിയ ചുമടുകൾ ശിരസിൽ നിന്നും ചുമലിൽ നിന്നും പുറത്തു നിന്നും മുതുകത്തു നിന്നും മാറിപ്പോയതുകൊണ്ട് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പ്രിയരെ, ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും പരമമായ സൗഭാഗ്യം പാപം ക്ഷമിച്ചു കിട്ടുക എന്നുള്ളതാണ്. ശിക്ഷാവിധി ഒഴിവായി കിട്ടുക എന്നുള്ളതാണ്. ന്യായവിധിയിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളതാണ്. നിത്യന്യായാധിപതിയുടെ മുൻപിൽ ചെന്ന് അവിടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ഈ ശരീരത്തിരിക്കുമ്പോൾ തന്നെ മോചനം കിട്ടുവാനൊരു വഴിയുണ്ടെങ്കിൽ അത് നാം നേടേണ്ടതല്ലേ, അത് നാം സമ്പാദിക്കേണ്ടതല്ലേ? സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യമായി കടന്നു ചെല്ലാം. തിരുവചനം പറയുന്നു, എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കരുണ ലഭിക്കും, സഹായത്തിനുള്ള കൃപ പ്രാപിക്കും. കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ആരും പതറേണ്ട ആവശ്യമില്ല, ആരും തളരേണ്ട ആവശ്യമില്ല, ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ആരും ഭഗ്നാശരായി തളർന്ന് അവശതയോടെ കഴിയേണ്ട ആവശ്യമില്ല. അയ്യോ എൻ്റെ പാപം, അയ്യോ എൻ്റെ പാപച്ചുമട്. ആരും നിരാശപ്പെടേണ്ട. പാപച്ചുമടെല്ലാം മകനെ നിന്റെ ചുമലിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇതാ ഒരുവൻ ചുമടും പേറിക്കൊണ്ട് ഗോകുൽത്താവിലേക്ക് കയറിപ്പോയി. കുരിശും ചുമന്നുകൊണ്ട്, കുരിശും പേറിക്കൊണ്ട് ഇതാ നസറായനായ യേശു ഗോകുൽത്താ മലയുടെ മുകളിലേക്ക് അവിടെ നടന്നു കയറി. കാൽവരി മലയുടെ ഉന്നതത്തിൽ അവിടുന്ന് കുരിശിന്മേൽ കിടന്നു. ദൈവജനമേ, അവിടുന്ന് കുരിശിന്മേൽ കിടന്നു. കാരിരും പാണികളാൽ അവിടുത്തെ കൈകൾ തറയ്ക്കപ്പെട്ടു, അവിടുത്തെ കാലുകൾ തറയ്ക്കപ്പെട്ടു. അവിടുത്തെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി മുറിവുണ്ടായി, ചോരയും നീരും പൊട്ടിപ്പുറപ്പെട്ടു. അവിടുത്തെ ശിരസിൽ മുൾമുടി വെച്ചു, അവിടുത്തെ മുഖത്ത് തുപ്പലേറ്റു, അവിടുത്തെ കവിളിൽ നിന്ന് രോമങ്ങൾ പിഴുതെടുത്തു. സഹോദരങ്ങളെ, തുപ്പലും വിയർപ്പും ചോരയും ചേർന്ന് മുഖത്ത് നിന്ന് ഒലിച്ചൊലിച്ചിറങ്ങി ഇതാ മാറിലൂടെ ഒഴുകി തിരുവിഴാവിൽ നിന്നൊഴുകിയ രക്തത്തോടുകൂടെ ഇതാ യേശുവിന്റെ തിരുശരീരത്തിൽ കൂടി ഒഴുകി പുറത്തോ ഉടുചാല് കീറിയിരിക്കുന്നു, പുറത്ത് തിണർത്ത് പൊട്ടിയിരിക്കുന്നു, അവിടെ വിണ്ട് കീറിയിരിക്കുന്നു. ചാട്ടവാറിന്റെ ഭീകരമായ അടിയേറ്റ് അവിടെ പിളർന്നു പോയിരിക്കുന്നു. ശരീരമാസകര ചുട്ടു നീറുന്നു, വേദനിച്ച് പൊളയുന്നു. പക്ഷേ ആ സമയത്ത് ഇതാ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ അവിടുന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. മകനെ, നിന്റെ ജീവിതത്തിലെ പാപം ക്ഷമിക്കാൻ കുരിശിൽ യേശു പാപച്ചുമട് പേറി. മകളെ, നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതത്തിലെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ നിന്റെ ചുമലിൽ നിന്ന് എടുത്തു മാറ്റാൻ യേശു കുരിശ് പേറി. യേശു പീഡ വഹിച്ചു. വിശ്വസിക്കൂ ദൈവവൈദ്യരെ, ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ഇതെന്ത് എന്നറിയാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത് ഒരു വലിയ കൃപയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. പാപം ക്ഷമിക്കുന്ന ക്രിസ്തു, പാപം മോചിക്കുന്ന ക്രിസ്തു, പാപം കഴുകിത്തരുന്ന ക്രിസ്തുവിന്റെ തിരുരക്തം. ദൈവ പൈതലേ, ഇന്ന് ഈ വാക്കുകൾ നീ കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കൂ. നിന്റെ പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ നീ വിളിക്കൂ. നാഥാ, അകൃത്യഭാര ചുമടുകൾ പേറി ഞാനിതാ വരുന്നു. പാപഭാര ചുമടുമായി ഇതാ ഞാൻ വരുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ ഇഴഞ്ഞഴഞ്ഞു വരുന്നു. എനിക്ക് പ്രാഗൽഭ്യത്തോടെ വരാൻ യോഗ്യതയില്ല. നാഥാ, പാപം നിറഞ്ഞ ജീവിതം, അഴുക്ക് നിറഞ്ഞ ജീവിതം, തിന്മ നിറഞ്ഞ ജീവിതം, എല്ലാം നശിപ്പിച്ചു കളഞ്ഞ ജീവിതം, മുടിച്ചു കളഞ്ഞ ജീവിതം, താറുമാറായ ജീവിതം, പൈശാചികൻ പന്താടിയ ജീവിതം, സാത്താൻ പാവകളിപ്പിച്ച ജീവിതം, ഉടയവനെ, ഇന്നിതാ ഞാൻ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഈ ജീവിതത്തിന്റെ പാപഭാര ചുമടും പേറി ഞാനിതാ നിന്റെ അരികിലേക്ക് വരുന്നു. എന്നെ നീ ഒന്ന് കൈക്കൊള്ളണമേ. എന്റെ പാപക്കറകൾ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി എനിക്കൊരു മോചനം തരണമേ. എന്നെ വെടിപ്പാക്കണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവജനമേ, നിങ്ങൾ യാചിക്കുമോ? ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കരയുമോ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നല്ലോ, നന്ദിയുണ്ട് പിതാവേ. നല്ലൊരു അവസരം കൂടി ഞങ്ങൾക്ക് ശേഷിപ്പിച്ചല്ലോ, നന്ദിയുണ്ട് പിതാവേ. അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. പാപം ക്ഷമിക്കുന്ന നിസ്തുല രക്തത്തിനായി സ്തോത്രം. പാപം പൊറുക്കുന്ന ക്രൂശല സ്നേഹത്തിനായി സ്തോത്രം. പാപിയെ സ്നേഹിക്കുന്ന നിത്യോദാത്തമായ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുള്ള കർത്താവേ, പാപത്തിന്റെ ഭാരത്തിൽപ്പെട്ട് ഉഴലുന്നവർക്ക് മോചനം നൽകണമേ. നാഥ, സമാധാനം നൽകണമേ. നിരാശകൾ മാറ്റണമേ. ശാന്തി പ്രദാനം ചെയ്യണമേ. അനുഗ്രഹം പകരണമേ. സ്വർഗീയ ശാന്തി ഇറങ്ങണമേ. ജീവന്റെ റൂഹ ഇനിയും തുടർന്ന് സംസാരിക്കണമേ. 30, 60, 100 മേനിയായി വിളവുണ്ടാകുവാൻ തക്കവണ്ണം പിന്മഴ അയക്കണമേ. അനുഗ്രഹം, അത്ഭുതകരമായ അനുഭവം ഓരോരുത്തർക്കും പ്രാപിപ്പാൻ ഭാഗ്യം നൽകണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ.